ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ വോണ്ട് ടു ബി കിൽഡ് ബൈ ആൻ ഇന്ത്യൻ ബുള്ളറ്റ് എന്നൊരു പോയമാണ്. ഇത് എഴുതിയിട്ടുള്ളത് താങ്ജാം ഇബോപിഷാക് സിംഗ് എന്നുള്ളൊരു പോയറ്റാണ്. ഹീസ് ഫ്രം മണിപ്പൂർ. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു പോയറ്റിൻ്റെ ബയോഗ്രഫി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. താങ്ജാം ഇബോപിഷാക് സിംഗ് is one of the leading and most popular poets of the north east of India. അദ്ദേഹം ഇംപാളിലാണ് ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മണിപ്പൂരി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. മണിപ്പൂരി ലാംഗ്വേജ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മീതി കമ്മ്യൂണിറ്റിയുടെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ 6 വോളിയൂംസ് ഓഫ് പോയട്രി ഉണ്ട്. അതിൽ 3 വോളിയം പോയട്രിക്കാണ് അദ്ദേഹത്തിന് ഒരുപാടധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മണിപ്പൂർ സ്റ്റേറ്റ് കലാ അക്കാഡമി അവാർഡ് 1986 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ജമിനി സുന്ദർ ഗുഹ ഗോൾഡ് മെഡൽ 1989 ഫസ്റ്റ് ജനനേത ഇറബോട്ട് അവാർഡ് 1997 ആഷാങ് ബങ് മിനാക്കത്തൻ മെമ്മോറിയൽ അവാർഡ് 2005 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല 1997 സാഹിത്യ അക്കാഡമി അവാർഡ് ഫോർ പോയിട്രിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇംപാലിലെ GP വിമൻസ് കോളേജിൽ മണിപ്പൂരി ലാംഗ്വേജ് ആണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഒരു അധ്യാപകനാണ്. ഇതാണ് പോയറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബയോഗ്രഫി. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ റെഫർ ദെയർ. ഇനി നമ്മുടെ പോയറ്റിലേക്ക് വരികയാണെങ്കിൽ ഐ വോണ്ട് ടു ബി കിൽഡ് ബൈ ആൻ ഇന്ത്യൻ ബുള്ളറ്റ് എന്നുള്ളത് ഒരു സറ്റൈറിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ പോയമാണ്. അതിൽ മണിപ്പൂരാണ് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇവിടെ പോയറ്റ് സംസാരിക്കുന്നത് തന്നെ അദ്ദേഹം നേരിട്ടിട്ടുള്ള പല ഭീഷണികളെയും കുറിച്ചാണ്. ഇതിൽ കൂടുതൽ വരുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഭയം, അതുപോലെ തന്നെ ഒരു നിസ്സഹായ അവസ്ഥ. ഇതൊക്കെയാണ് പല ഇമേജറിയിലൂടെ നമുക്ക് ഈ ഒരു പോയറ്റിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല പോയറ്റിന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടുള്ളൊരു ദേശഭക്തിയും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പോയം സമ്മറിയും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അനാലിസിസിലേക്ക് വരാം. അപ്പോൾ പോയം തുടങ്ങുന്നത് പോയറ്റ് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണ്. അപ്പോൾ പോയറ്റ് പറഞ്ഞു തുടങ്ങിയാണ്, കുറേ കാലമായി ഒരു കൂട്ടർ എന്നെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുവെന്ന് എൻ്റെ കുട്ടികളും ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടർ ആൾക്കാർ നമ്മുടെ പോയറ്റിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു കൂട്ടർ അദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമിലേക്ക് കടന്നു വരികയാണ്. അതാരൊക്കെയാണ്? 5 പേരാണ്. ഫയർ, വാട്ടർ, എയർ, എർത്ത്, സ്കൈ. അതായത് നമ്മൾ പഞ്ചഭൂതങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ 5 എലമെൻറ്റ്സ്. അവരാണ് ഒരു കൂട്ടരായിട്ട് നമ്മുടെ പോയറ്റിനെ അന്വേഷിച്ച് നടക്കുന്നത്. അവരങ്ങനെ ഒരു ലിവിങ് റൂമിലേക്ക് കയറി വന്നിട്ട് പോയറ്റിനെ മീറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പഞ്ചഭൂതങ്ങൾക്ക് അവരുടേതായ ഇമോഷൻസും ഫീലിങ്സും കൊടുത്ത് അവരെ ആനിമേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പോയറ്റ് പറയുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതും ഇവരാണ്. അതുപോലെ തന്നെ മനുഷ്യനെ നശിപ്പിക്കാനുള്ള കഴിവും ഇവർക്ക് തന്നെയാണ്. ഇവർ ആഗ്രഹിക്കുന്ന എന്തും ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ദേ ആർ ദി വെരി അവതാർ ഓഫ് മൈറ്റ്. അത്രയും ശക്തിശാലികളായിട്ടുള്ള ഒരു കൂട്ടരാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പോയറ്റ് സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പോയറ്റിനെ കൊല്ലാനാണ്. അപ്പോൾ പോയറ്റ് ചോദിക്കുന്നുണ്ട്, എന്നാണ് എന്നെ കൊല്ലുന്നത് എന്നുള്ളത്. ആ സമയത്ത് പഞ്ചഭൂതങ്ങളുടെ ലീഡർ പറയാണ്, ഇപ്പോൾ ഈ നിമിഷമായിരിക്കും നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നത്. കാരണം ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തോളൂ. പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ, അതല്ല കുളിക്കാനും കഴിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ ഒരു കോൺവെർസേഷനാണ് നടക്കുന്നത്. പോയറ്റും ഈ ഒരു പഞ്ചഭൂതങ്ങളിലെ ലീഡറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് പിന്നീടുള്ള പോയം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം പോയിട്ട് ചോദിക്കുകയാണ്, ശരി, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ ചെയ്ത കുറ്റം എന്താണ്? എന്ത് പാപത്തിൻ്റെ പേരിലാണ് എന്നെ കൊല്ലുന്നത് എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത് ഈ ഒരു ലീഡർ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, നിങ്ങൾ തോന്നിയതെന്തും എഴുതി വെക്കുന്ന ഒരു പോയറ്റാണോ? അതോ ഇപ്പോൾ ഭാവി പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു സിയർ ആണോ? അതോ ഇതുമല്ല ഒരു മുഴുഭ്രാന്തനാണോ എന്നാണ് ലീഡർ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമായി പോയിട്ട് പറയുന്നത്,
ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ എന്തും വിളിച്ച് പറയുന്ന ഒരു പോയറ്റും അല്ല. എനിക്ക് ഭാവി പ്രവചിക്കാനും സാധിക്കില്ല. പക്ഷേ ഞാൻ സ്വയം ഒരു ഭ്രാന്തനാണോ എന്നുള്ളത് എനിക്കെങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ ലീഡർ പറയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്കാകാം. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇപ്പം നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭ്രാന്തനാണ്. അത് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ വിഷയമല്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലാനാണ്. അപ്പോൾ പോയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ശരി, നിങ്ങൾ എങ്ങനെയാണ് എന്നെ കൊല്ലുന്നത്? എന്നെ വെടിവെച്ച് കൊല്ലുവാണോ, അതോ കത്തി കൊണ്ട് കുത്തി കൊല്ലുവാണോ, അതോ അടിച്ചു കൊല്ലുകയാണോ? അപ്പോൾ പഞ്ചഭൂതങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ പോയിട്ട് ചോദിക്കുന്നത്, എങ്കിൽ ഏത് തരം തോക്ക് വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള തോക്ക് കൊണ്ടാണോ, അതോ വിദേശത്ത് നിർമ്മിതമായിട്ടുള്ള തോക്ക് കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന് ഉത്തരം കിട്ടുന്നത്, വിദേശത്തു നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോക്ക് കൊണ്ടാണ് നമ്മൾ നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് തോക്കുണ്ട്. ജർമ്മനിയിൽ ഉണ്ടാക്കിയവയുണ്ട്, റഷ്യയിൽ ഉണ്ടാക്കിയവയുണ്ട്, ചൈനയിൽ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ ഇവരൊന്നും ഇന്ത്യയിൽ ഉണ്ടാക്കിയ തോക്ക് കൊണ്ട് അത് ഉപയോഗിക്കുന്നുമില്ല, അത് വെച്ച് കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവർ പറയുന്നത്, ഇന്ത്യയിൽ ഒരു പ്ലാസ്റ്റിക് പൂക്കൾ പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ആകെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടൂത്ത് ബ്രഷ് മാത്രമാണ്. വേറെ ഒരു സാധനവും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു രീതിയിലുള്ള വാല്യൂവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ പോയിട്ട് പറയുന്നുണ്ട്, ശരി, നിങ്ങളെല്ലാം പറഞ്ഞതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. പൂവിൻ്റെ കാര്യം, ഒരു സുഗന്ധമില്ലാത്തൊരു പൂവ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും അത് നശിക്കത്തില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതിന് സുഗന്ധമില്ല. ഒരു പൂക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സുഗന്ധം തന്നെയാണ്. സുഗന്ധമില്ലാത്തൊരു പ്ലാസ്റ്റിക് പൂവിന് എന്ത് ഉപയോഗമാണുള്ളത്? അതിൻ്റെ ഉത്തരമായിട്ട് ലീഡർ പറയുന്നത്, ഇപ്പോൾ ടൂത്ത് ബ്രഷ് ആരും ഫ്ലവർ വേസിൽ കൊണ്ട് വെക്കാറില്ല. അത് നമ്മൾ പൂക്കൾ തന്നെയാണ് വെക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കളാണെങ്കിലും അതിന് സുഗന്ധം ഇല്ലെങ്കിൽ പോലും അതൊരു ഫ്ലവർ വേസിൽ കൊണ്ട് വെച്ചാൽ അത്രത്തോളം അതിനൊരു ഭംഗി കാണും. ആ ഒരു മുറിയിൽ കൊണ്ട് വെക്കുമ്പോൾ അത് ആ മുറിയുടെ ഭംഗിയും കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് എന്താണ്, പൊതുവെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു സന്തോഷവും ഒരു രീതിയിലുള്ളൊരു ഭംഗിയും കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് പൂക്കൾക്ക് പോലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് പറയാണ്, ശരി, ഇത്രയും പറഞ്ഞതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു നിർബന്ധമാണ്. ഇപ്പോൾ പോയിട്ടാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു അന്ത്യാഭിലാഷം കാണുമല്ലോ. പോയിട്ടിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു തോക്ക് കൊണ്ടുള്ള ഒരു തോക്കിൽ നിന്നുള്ള വെടികൊണ്ടായിരിക്കും ഞാൻ മരിക്കുന്നത്. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഫോറിൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു തോക്കിലെ വെടികൊണ്ട് മരിക്കാൻ തീരെ താല്പര്യമില്ല. എനിക്ക് അത്രമാത്രം ഇന്ത്യയെ ഇഷ്ടമാണ്. ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോക്കിൽ നിന്നുള്ള ഇന്ത്യൻ വെടിയുണ്ട വെച്ചിട്ടായിരിക്കും ഞാൻ മരിക്കുന്നത്. എനിക്ക് അങ്ങനെ മരിച്ചാൽ മതി എന്ന് പോയിട്ട് പറയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടർ പറയാണ്, അതൊരിക്കലും സാധിക്കില്ല. കാരണം ഈ ഒരു പഞ്ചഭൂതങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമേ അല്ല. ഇന്ത്യയെ വളരെയധികം വെറുപ്പാണ്. അപ്പോൾ ഒരിക്കലും അവർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു തോക്ക് കൊണ്ട് വെടിവെക്കത്തില്ല. പോയിട്ടിനാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ടുള്ളൊരു വെടിയുണ്ട കൊണ്ട് മരിച്ചാലും മതി. രണ്ടും കൂടി നടക്കത്തില്ല. അപ്പോൾ പഞ്ചഭൂതങ്ങൾ തീരുമാനിക്കുകയാണ്, ശരി, നിങ്ങളെ നമ്മൾ കൊല്ലുന്നില്ല. കാരണം വേറൊരു രീതിയിലുള്ള കോംപ്രമൈസ് ഇവിടെ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പോയിട്ടിനെ ജീവിക്കാൻ വിടുന്നു. അങ്ങനെ അവർ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ പോയിറ്റിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, എങ്ങനെയാണ് പോയറ്റ് ജീവിച്ചത്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയത്? മരണത്തെക്കുറിച്ച് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഉള്ളൊരു നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് പോയറ്റ് ശരിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം കിട്ടിയത്. അതൊരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒരിക്കലും നമ്മൾ മരണത്തെ നിർബന്ധം പിടിക്കാറില്ല. മരണം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കാറില്ല. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ശ്രമിച്ചത്. പോയിട്ട് ആ ഒരു കാര്യത്തിൽ മാത്രം നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ് പോയിട്ട് ജീവനോടെ നിൽക്കുന്നത്. അതാണ് ബേസിക്കലി നമ്മളൊരു പോയം ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സമ്മറി എന്നുള്ള രീതിയിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം, ഒരു അനാലിസിസ് എന്ന രീതിയിൽ. ഇത് എന്ത് രീതിയിലുള്ള പോയമാണ്?
സറ്റൈറിക്കൽ പോയമാണ്. കാരണം ഇവിടെ കുറേയൊക്കെ കാര്യങ്ങൾ സറ്ററൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം. കുറേയൊക്കെ എലമെന്റ്സ് നമ്മൾ ഇപ്പോൾ സമ്മറി പറഞ്ഞപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്തു. മാത്രമല്ല ഇതൊരു ഡിസ്റ്റോപ്പിയൻ പോയം കൂടിയാണ്. ഡിസ്റ്റോപ്പിയൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് മണിപ്പൂരിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് വരുന്നത്. അപ്പോൾ മണിപ്പൂരിലെ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് നമുക്കറിയാം ഏതൊരു യുദ്ധം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സ്ഥലത്തും അവിടെ ഒരുപാടധികം ഒരു ഭയവും നിസ്സഹായ അവസ്ഥയും മരണവും കൊലപാതകവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് അതൊരു ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയം ഡിസ്റ്റോപ്പിയൻ പോയം എന്ന് പറയാൻ കാരണം. കാരണം ഇവിടെ പോലും മരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇനി ഇവിടെ പോയിറ്റിന്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഓവറോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? ഫിയർ ഫോർ ദി ലൈഫ്. പോയിറ്റ് പോലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ജീവൻ ഇപ്പോൾ അവസാനിക്കും എന്നുള്ള രീതിയിൽ ഒരു ഭയമുണ്ട്. അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം പോയിറ്റ് ഇപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ കയറി വരുമ്പോൾ എന്തിനാണെന്നൊന്നും പറയുന്നില്ല. പോയിട്ട് ചോദിച്ചത് കൊണ്ടാണ് മറുപടി പറയുന്നത്. അല്ലാത്ത പക്ഷം അവർ പറയത്തില്ല, വെറുതെ കൊല്ലുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. മാത്രമല്ല ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ട്. കാരണം അവർ തികച്ചും നിസ്സഹായരാണ്. ഒരു കൂട്ടർ ഒരു പക്ഷേ അവർക്കെതിരെ ഒരു അധികാരത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടർക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം മരണമാണ് അല്ലെങ്കിൽ കൊലപാതകമാണ്. അതാണ് ഒരു മേജർ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് വരുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റിൽ പോലും ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, ഒരു സിമ്പിളാണ് നമുക്ക് പറയാൻ പറ്റും. എന്തിനെ? അത് മണിപ്പൂരിലെ ഒരു ഗ്രൂപ്പിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു 5 എലമെന്റ്സിനെയാണ്. പക്ഷേ ഓവറോൾ കോൺസെപ്റ്റിൽ അത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ആർമി ആകാം, അല്ലെങ്കിൽ മിലിറ്റൻസിനെ ആകാം, അല്ലെങ്കിൽ ലോക്കൽ ഗ്യാങ്സിനെ ആകാം. ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ആ ഒരു ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രൂപ്പിനെതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയാ ഇവരുടെയൊക്കെ വീട് ആക്രമിക്കുക, ഇവരെ ആക്രമിക്കുക, ഒരു കാരണവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനോ കൂടാതെ കൊല്ലുക. ഇതാണ് ഈ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പാരലൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിച്ചത്. ഇനി ഇപ്പോൾ പോയറ്റിനെ എന്തുകൊണ്ടാണ് ഇവർ ടാർഗറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഐഡന്റിറ്റി കാരണമാകാം, അല്ലെങ്കിൽ പ്രൊഫഷൻ കാരണമാകാം, അല്ലെങ്കിൽ വ്യൂസ് കാരണമാകാം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്. ഇപ്പോൾ അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെതിരെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഐഡന്റിറ്റി കുറിച്ചാകാം, അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ബേസിസിലാകാം, അല്ലെങ്കിൽ അയാൾക്ക് വിപരീതമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, അത് അയാൾ എക്സ്പ്രസ് ചെയ്തു. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാറാനോ അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാനോ മുതിരുന്നതിന് പകരം ഇവർ ചെയ്യുന്നത് അധികാരം അതുപോലെ സമ്പത്തെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കൊല്ലുക. അതാവുമ്പോൾ അവരെ സൈലൻസ് ചെയ്യുകയാണ്. അവിടെ സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളും ഒരു പക്ഷെ ശബ്ദം ഉയർത്തില്ല. അപ്പം അതിലൂടെ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ ഒരു ദേ എന്ന് പറയുന്ന ഈ പഞ്ചഭൂത കൂട്ടം സിംബലൈസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഒരു പക്ഷെ പോയറ്റ് ഈ ഒരു കോൺഫ്ലിക്റ്റിനെതിരെ സംസാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും പോയറ്റിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ കയറി വന്നത് കൊല്ലാൻ വേണ്ടി. ഇനി അതാണ് ഈ ഒരു പഞ്ചഭൂതങ്ങളുടെ സിഗ്നിഫിക്കൻസ്. അതാണ് ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫയർ, വാട്ടർ, എയർ, എർത്ത് ആൻഡ് സ്കൈ. ഇതൊക്കെ നമ്മുടെ എലമെന്റ്സ് ഓഫ് നേച്ചർ ആണെന്ന് മാത്രമല്ല അവരത്രമാത്രം പവർഫുൾ ആണ്. അപ്പോൾ ഈ ഒരു മണിപ്പൂർ കോൺഫ്ലിക്റ്റിൻ്റെ സെറ്റിങ്സ് വരുമ്പോൾ അവിടെ വരുന്ന നമ്മൾ പറഞ്ഞു ഇത് സിംബലിസം ആണ്. ഇത് ഏതെങ്കിലും ഒരു ലോക്കൽ ഗ്യാങ്ങിനെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആർമി അല്ലെങ്കിൽ മിലിറ്റന്റ് ഗ്രൂപ്പിനെ സൂചിപ്പിക്കാം. ആരാണെങ്കിലും അവർ പഞ്ചഭൂതങ്ങളെ പോലെ തന്നെ ഈക്വലി അവർ പവർഫുൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കണക്ഷൻ, ആ ഒരു പവർഫുൾ എന്നൊരു അഡ്ജക്റ്റീവ് കാരണമാണ് ആ ഒരു കണക്ഷൻ വരുന്നത്, പഞ്ചഭൂതങ്ങളെ ഈ ഒരു ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് അടുത്ത ഒരു എലമെന്റ് ഇവിടെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സെൻട്രൽ തീം എന്ന് കാണാൻ പറ്റുന്നത് ദേശഭക്തിയാണ്. കാരണം ഇവിടെ പോയറ്റിന് ഇന്ത്യയെ ഒരുപാടധികം ഇഷ്ടമാണ്. കാരണം മരിക്കുന്ന സമയത്ത് പോലും അത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു
വെടിയുണ്ട വെച്ച് മരിക്കണമെന്നാണ് പോയിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ പഞ്ചഭൂതങ്ങളുടെ കൂട്ടോ നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അവർക്ക് ഇന്ത്യയെ വെറുപ്പാണ്, ഒരു വിദ്വേഷമാണ്. അവർ ബാക്കി എല്ലാ രാജ്യത്തു നിന്നുള്ള വെടിയുണ്ടകൾ ഉപയോഗിക്കുമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ടൂത്ത് ബ്രഷ് പോലും ഉപയോഗിക്കത്തില്ല. കാരണം ഇന്ത്യയിൽ ഒരു രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ഉണ്ടാക്കിയാൽ തന്നെ അതിനൊരു വാല്യൂ ഇല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. അപ്പോൾ അതാണ് അവിടെ ഒരു സറ്റയർ ആണ്, ഇന്ത്യൻ മാനുഫാക്ചറിങ് കമ്പനിക്കെതിരെ ഉള്ളൊരു സറ്റയർ കൂടിയാണ്. മാത്രമല്ല ഒരു കോൺട്രാസ്റ്റ് ആണ്. പോയിറ്റിന്റെ ദേശഭക്തിയും ഈ ഒരു പഞ്ചഭൂത കൂട്ടങ്ങളുടെ ദേശവിദ്വേഷവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്. പിന്നെ ഇതന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോയിറ്റിന് ഫോറിൻ ബുള്ളറ്റ് കൊണ്ട് മരിക്കാൻ താല്പര്യമില്ലാത്തത് അത്രമാത്രം ഇന്ത്യ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ആ ഒരു തീരുമാനമാണ് പോയിറ്റിന് രണ്ടാമതൊരു ജീവിതം കൊടുത്തത് തന്നെ. കാരണം എന്താ, അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു തോക്ക് കൊണ്ട് മാത്രമേ മരിക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൂട്ടർ അവരുടെ തീരുമാനം മാറ്റിയതും പോയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും. അപ്പൊ ഇവിടെ ഒരു പാരഡോക്സ് ആണ് സംഭവിക്കുന്നത്. എന്താണ് പാരഡോക്സ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതലും ജീവിതത്തെക്കുറിച്ചാണ് നിർബന്ധം പിടിക്കാറുള്ളത്. നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ കിട്ടിയേ മതിയാകൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറുണ്ട്. പക്ഷെ മരണം വരുന്ന സമയത്ത് നമ്മൾ പലരും നിർബന്ധം പിടിക്കാറില്ല. നമുക്ക് പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അസുഖം കൊണ്ടാണോ മരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു അപകടം കൊണ്ടാണോ മരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. പക്ഷെ ഇവിടെയോ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചത്. പോയിട്ട് ഒരിക്കലും ജീവിതത്തിൽ നിർബന്ധം പിടിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ മരണം വന്ന സമയത്ത് അദ്ദേഹം നിർബന്ധം പിടിച്ചു, ഇന്ന രീതിയിലായിരിക്കണം ഞാൻ മരിക്കേണ്ടത് എന്ന് അദ്ദേഹം എഴുതി തീർച്ചപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് വീണ്ടും ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അതാണ് ഇവിടുത്തെ പാരഡോക്സ്. പക്ഷെ ഇതിൻ്റെ ഒരു സെൻട്രൽ തീം എന്താണ്? ദേശഭക്തി ഉണ്ട്. അത് കൂടാതെ ഒരു തീം എന്ന് പറയുന്നത് അവിടുത്തെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് തന്നെയാണ്. ഒരു ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പോയിട്ട് ഇത്രയധികം ചർച്ച ചെയ്ത് അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കാൻ സാധിച്ചത്. ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് എത്ര പേർക്ക് ഈ ഒരു ചോയ്സ് കിട്ടും? അവിടെ ഇങ്ങനെ സംസാരിക്കാനും അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് നിർബന്ധം പിടിക്കാനും എത്ര ആൾക്കാർക്ക് ഒരു ചോയ്സ് കിട്ടിക്കാണും? അധികമാണ് കാണത്തില്ല, ആർക്കും തന്നെ കിട്ടിക്കാണത്തില്ല. കാരണം ഇങ്ങനെയുള്ളൊരു പഞ്ചഭൂതങ്ങളുടെ ഗ്രൂപ്പാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പാണെങ്കിൽ അവർ വരുന്നു, ആക്രമിക്കുന്നു, കൊല്ലുന്നു. അവർ ചോദ്യങ്ങളും ചോദിക്കുന്നില്ല, ഉത്തരങ്ങളും തരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും ആ ഒരു കോൺഫ്ലിക്റ്റിൽ മരിച്ചു വീഴുന്ന പല ആൾക്കാർക്കും അവരെന്തുകൊണ്ടാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടതെന്ന് അവർക്കറിയത്തില്ല. കാരണം അത് ചോദിക്കാനോ പറയാനോ ഉള്ളൊരു സമയമോ സന്ദർഭമോ ഒരു സ്പേസോ പോലും, ഒരു അവകാശം പോലും അവർക്ക് കിട്ടുന്നില്ല. അതിന് മുമ്പേ അവരെ കൊല്ലുകയാണ്. മാത്രമല്ല മരണത്തെക്കുറിച്ച് നിർബന്ധം പോലും അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല. അവരുടെ ഒരു എതിരഭിപ്രായം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊണ്ടോ ആണ് അവർ മരിച്ചു വീഴുന്നത്. ആ ഒരു ഐറണിയും ഒരു തീമായിട്ട് നമുക്ക് ഈ ഒരു പോയറ്റിൽ കാണാൻ സാധിക്കും. സോ ഇതന്നെയാണ്, ഈ ഒരു ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ് ഈ ഒരു നോട്ടിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു മണിപ്പൂറിൻ്റെ കോൺഫ്ലിക്റ്റിനെ കുറച്ച് സറ്ററൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പോയം സറ്റൈറിക്കൽ ആണെന്ന് പറയാൻ സാധിക്കുന്നത്. ഡിസ്റ്റോപ്പിയൻ ആണ്, കാരണം ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റിയിലാണ് ഇത് നടക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് ഒപ്രഷൻ, സഫറിങ്, കെയോസ് ഇത് മാത്രം നടക്കുന്ന സൊസൈറ്റിയാണ് ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സമയത്ത് മണിപ്പൂർ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് അതൊരു ഡിസ്റ്റോപ്പിയൻ സൊസൈറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോയം ഡിസ്റ്റോപ്പിയൻ പോയം ആകുന്നത്. മാത്രമല്ല പഞ്ചഭൂതങ്ങൾ സിമ്പിളാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ആംഡ് ഗ്രൂപ്പിനെയാണ് അവർ സിമ്പിളൈസ് ചെയ്യുന്നത്. ഇവിടെ പോയറ്റിൻ്റെ ഐഡൻറ്റിറ്റി ചാലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു ഐഡൻറ്റിറ്റി കാരണം തന്നെ ആയിരിക്കാം പോയറ്റ് ഇവിടെ ഒരു ടാർഗറ്റായി മാറിയത്. പിന്നെ ഉടനീളം ഇവിടെ കാണാൻ സാധിക്കുന്ന സെൻട്രൽ ഇമോഷൻ എന്ന് പറയുന്നത് പേടിയാണ്, ജീവിതത്തെക്കുറിച്ചൊരു ഭയം. ആ ഭയം ഉണ്ടാക്കിയെടുക്കുന്ന ആരാണ്? ഈ അധികാരത്തിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം ഭയം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ആളുകൾ അനുസരിക്കത്തുള്ളൂ. അങ്ങനെ ഭയത്തിലൂടെ ഒരു അനുസരണം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനാണ് മിക്ക സമയത്തും, ഒരു യുദ്ധ സമയത്തും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തും ആരാണെങ്കിലും ശ്രമിക്കുന്നത്.
അതുപോലെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം പോയറ്റ് കോൺസ്റ്റന്റ്ലി ഒരു കോൺവെർസേഷൻ ആണെങ്കിലും പോയറ്റ് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, എന്നെ എന്തിനാണ് കൊല്ലുന്നത്. അത് അവിടെ ഒരു ഫ്രസ്ട്രേഷൻ ആണ്. കാരണം അറിയേണ്ടത് അയാളുടെ അവകാശമാണ്, പക്ഷെ ആ അവകാശം അവിടെ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. കാരണം ഈ ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പോയറ്റ് ജീവനോടെ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അവിടെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ്. കാരണം എത്രയോ ആൾക്കാർ അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. അവരെ സഹായിക്കാൻ തന്നെ ആരും കാണാറില്ല. പിന്നെ ആ ഒരു ഇന്ത്യയോടുള്ളൊരു സ്നേഹവും കാണാൻ സാധിക്കും, ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വിദ്വേഷവും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഐറണി, അത് പാരഡോക്സ് എന്ന രീതിയിൽ നമ്മൾ അവസാനത്തെ ആ ഒരു ലൈൻ ഡിസ്കസ് ചെയ്തു, അതാണ് അവിടുത്തെ ഐറണി. പിന്നെ നാഷണാലിറ്റിയും ഈ ഒരു പോയറ്റിൻ്റെ സെൻട്രൽ തീമാണ്. എസ്പെഷ്യലി പോയറ്റ് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പോയറ്റിന് ഇന്ത്യയോടുള്ളൊരു സ്നേഹവും ഒരു ദേശഭക്തിയുമാണ് ആ ഒരു നാഷണാലിറ്റി എന്നൊരു തീം ഈ ഒരു പോയറ്റിന് കൊണ്ടുവരാൻ കാരണം. സോ ഇതാണ് ഈ ഒരു പോയറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, സമ്മറി വായിക്കുമ്പോൾ നമുക്ക് ലിറ്ററലി നമുക്ക് ഒരു മീനിങ് എടുക്കാൻ പറ്റും. പക്ഷേ ബാക്ക് ഡ്രോപ്പിൽ മണിപ്പൂർ കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നും കൂടി ആലോചിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ കുറേയധികം തീംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയമാണ്. അപ്പം നമ്മൾ ഓഥറിൻ്റെ ഒരു ബയോഗ്രഫി പറഞ്ഞു, അതുപോലെ തന്നെ പോയറ്റിൻ്റെ സമ്മറി പറഞ്ഞു, ഒരു അനാലിസിസ് പറഞ്ഞു, മെയിനായിട്ട് ഏതൊക്കെ രീതിയിലുള്ള ലിറ്റററി ഡിവൈസസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സെൻട്രൽ ഇമോഷൻസും സെൻട്രൽ തീംസും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു നോട്ടിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കോൺസ്റ്റന്റ്ലി അത് പറയാതിരിക്കുന്നത്. സെയിം പോയിന്റ്സ് തന്നെയാണ്, ബുള്ളറ്റ് പോയിന്റ് വൈസ് ആയതുകൊണ്ട് വായിക്കാനും പഠിക്കാനും തന്നെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ. അപ്പോൾ ഈ ഒരു നോട്ട് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പറ്റുമെങ്കിൽ ഞാൻ ഈ ഒറിജിനൽ പോയം കൂടി ഗൂഗിൾ അവൈലബിൾ ആണെങ്കിലും ഞാൻ റെഫർ ചെയ്ത ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് ദ നോട്ട്. ഓക്കെ, പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ടാണ്. പ്ലസ് ഇവിടെ ഒരു കളർ കോഡഡ് ആയിട്ടുള്ളൊരു ഇതും കൂടി ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ കളർ കോഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ചും കൂടി ഒരു മൈൻഡ് മാപ്പ് വെച്ച് പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഇത് ഒരുപാടധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ബേസിക്കലി സമ്മറി ആൻഡ് അനാലിസിസ് ഡിസ്കസ് ചെയ്തു. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എളുപ്പം എഴുതാൻ സാധിക്കുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി.